അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 4 അഹ്കാമുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട്. അതിലെ 6ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസു സാദിസ്, 6ാമത്തെ പാഠം. അബുവാബുൽ ഖൈർ. റമലാനിൽ ഒരു രാത്രി മസ്ജിദിലുണ്ടായിരുന്ന കുറച്ച് സഹാബികളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് നിസ്കരിച്ചു. നേരം പുലർന്നപ്പോൾ സഹാബികൾക്കിടയിൽ അത് സംസാരമായി. 2ാം ദിവസം കൂടുതൽ ആളുകൾ നിസ്കാരത്തിൽ പങ്കെടുത്തു. 3ാം ദിവസം പള്ളി നിറഞ്ഞു കവിഞ്ഞു. 4ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ വന്നില്ല. സുബഹിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് കൂടിയത് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ നിസ്കാരം നിങ്ങൾക്ക് ഫർലാക്കുമോ എന്ന് ഭയപ്പെട്ടാണ് ഞാൻ വരാതിരുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പരസ്യമായി നിസ്കരിച്ചില്ല. 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വരെ ജനങ്ങൾ ഒറ്റയ്ക്കും ചെറു ജമാഅത്തുകളുമായി അത് നിസ്കരിച്ചു പോന്നു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി നിശ്ചയിച്ച് ഒറ്റ ജമാഅത്താക്കി. തറാവീഹ് 20 റക്അത്താണ്. സ്വഹാബികൾ നിസ്കരിച്ചിരുന്നത് 20 റക്അത്തായിരുന്നു. തറാവീഹ് വളരെ പുണ്യമുള്ള നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അതിന്റെ അർത്ഥം, വിശ്വാസത്തോടെയും പൊരുത്തം പ്രതീക്ഷിച്ചും റമളാൻ രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കും. സെമിനാറിൽ തൊൽഹത്ത് പ്രബന്ധം അവതരിപ്പിച്ചു. ഇനി ചോദ്യോത്തര വേളയാണ്. ഉസ്താദ് ഓർമ്മിപ്പിച്ചു, തറാവീഹും വിത്തറും റമളാനിൽ മാത്രമുള്ള നിസ്കാരമല്ലേ? സലാഹുദ്ദീൻ ചോദിച്ചു. തൊൽഹത്ത്, തറാവീഹ് റമളാനിൽ മാത്രമുള്ള നിസ്കാരമാണ്. വിത്തർ എല്ലാ ദിവസവും സുന്നത്താണ്. എന്നാൽ റമളാനിൽ മാത്രമേ വിത്തറിൽ ജമാഅത്ത് സുന്നത്തുള്ളൂ. അത് ചുരുങ്ങിയത് 1 റക്അത്തും കൂടിയത് 11 റക്അത്തുമാണ്. പൂർണ്ണതയിൽ കുറഞ്ഞ രൂപം 3 റക്അത്തുമാണ്. തറാവീഹും വിത്തറും ഇഷായിന് മുമ്പ് നിസ്കരിക്കാൻ പറ്റുമോ? ആത്തിഫിൻ്റെതായിരുന്നു ചോദ്യം. തൊൽഹത്ത്, ഇല്ല, ഇഷാ നിസ്കാരത്തിന് ശേഷം സുബ്ഹ് വരെയാണ് അത് രണ്ടിന്റെയും സമയം. അതായത് തറാവീഹ് നിസ്കാരത്തിന്റെയും വിത്തർ നിസ്കാരത്തിന്റെയും. തറാവീഹിൽ പ്രത്യേക സൂറത്തുകൾ സുന്നത്തുണ്ടോ? സുബൈദ ചോദിച്ചു. തറാവീഹിൽ പ്രത്യേകം സൂറത്തുകൾ സുന്നത്തില്ല. എങ്കിലും തറാവീഹ് നിസ്കാരങ്ങളിലായി ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കൽ സുന്നത്തുണ്ട്. വിത്തറിൽ 1ാം റക്അത്തിൽ സൂറത്തുൽ അഗ്ലായും 2ാം റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനയും 3ാം റക്അത്തിൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതൽ സുന്നത്താണ്. ചോദ്യോത്തരങ്ങൾക്ക് ശേഷം ഉസ്താദ് സെമിനാർ അവലോകനം നടത്തി സംസാരിച്ചു. ഇനി നോക്കൂ, ആ ബോക്സിൽ കൊടുത്തത് നമുക്കൊന്ന് നോക്കാം. സലാത്തു തറാവീഹ് 20 റക്അത്തൻ. അതിന്റെ അർത്ഥം, തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. കൂട്ടുകാരി ഈ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് അതിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നോക്കൂ. നഇദു അസ്ഇലതൻ വ അജ്വിബ. ഈ പാഠത്തിൽ നിന്ന് നമ്മൾ തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കണം. അപ്പൊ 10 ചോദ്യങ്ങളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. നമുക്കതൊന്ന് നോക്കാം. 1. തറാവീഹ് നിസ്കാരം എത്ര റക്അത്താണ്? ഉത്തരം 20 റക്അത്ത്. 2. 4ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് നിസ്കാരത്തിന് വന്നില്ല. അതിന് കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞ മറുപടി എന്ത്? അതിന്റെ ഉത്തരം നോക്കൂ. നിങ്ങൾ ഒരുമിച്ച് കൂടിയത് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ നിസ്കാരം നിങ്ങൾക്ക് ഫർലാക്കുമോ എന്ന് ഭയപ്പെട്ടാണ് ഞാൻ വരാതിരുന്നത് എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. 3ാമത്തെ ചോദ്യം. തറാവീഹ് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എന്ത്? ഉത്തരം, വിശ്വാസത്തോടെയും പൊരുത്തം പ്രതീക്ഷിച്ചും റമളാൻ രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കും. 4ാമത്തെ ചോദ്യം നോക്കൂ. റമളാനിൽ മാത്രം പ്രത്യേകം സുന്നത്തുള്ള നിസ്കാരം ഏത്? ഉത്തരം, തറാവീഹ് നിസ്കാരം. 5. വിത്തറിൽ ജമാഅത്ത് സുന്നത്തുണ്ട്. എപ്പോൾ? ഉത്തരം, റമളാനിൽ. 6.
വിത്തർ നിസ്കാരത്തിന്റെ ചുരുങ്ങിയ രൂപം എത്ര? ഉത്തരം 1 റക്അത്ത്. 7ാമത്തെ ചോദ്യം, വിത്തർ നിസ്കാരത്തിന്റെ കൂടിയ രൂപം എത്ര? ഉത്തരം 11 റക്അത്ത്. 8. തറാവിഹ് നിസ്കാരത്തിന്റെ സമയം എപ്പോൾ? ഉത്തരം റമളാനിൽ ഇശ നിസ്കാരത്തിന് ശേഷം സുബഹ് വരെ. 9. വിത്തർ നിസ്കാരത്തിന്റെ പൂർണ്ണതയിൽ കുറഞ്ഞ രൂപം എത്ര? ഉത്തരം 3 റക്അത്ത്. 10ാമത്തെ ചോദ്യം, വിത്തർ നിസ്കാരത്തിന്റെ സമയം എപ്പോൾ? ഉത്തരം ഇശ നിസ്കാരത്തിന് ശേഷം സുബഹ് വരെയാണ് വിത്തർ നിസ്കാരത്തിന്റെ സമയം. തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം നോക്കൂ. നൊഇദ് മുദക്കിറ. അതിലെ 1ാമത്തത്, തറാവിഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് പാഠത്തിൽ പറഞ്ഞ സംഭവം ചുരുക്കി വിവരിക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. അതിന്റെ ഉത്തരം നോക്കൂ. റമളാനിൽ ഒരു രാത്രി മസ്ജിദിലുണ്ടായിരുന്ന കുറച്ച് സ്വഹാബികളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവിഹ് നിസ്കരിച്ചു. നേരം പുലർന്നപ്പോൾ സ്വഹാബികൾക്കിടയിൽ അത് സംസാരമായി. 2ാം ദിവസം കൂടുതൽ ആളുകൾ നിസ്കാരത്തിൽ പങ്കെടുത്തു. 3ാം ദിവസം പള്ളി നിറഞ്ഞു കവിഞ്ഞു. 4ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ വന്നില്ല. സുബഹിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് കൂടിയത് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ നിസ്കാരം നിങ്ങൾക്ക് ഫർളാക്കുമോ എന്ന് ഭയപ്പെട്ടാണ് ഞാൻ വരാതിരുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പരസ്യമായി നിസ്കരിച്ചില്ല. 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വരെ ജനങ്ങൾ ഒറ്റയ്ക്കും ചെറു ജമാഅത്തുകളുമായി അത് നിസ്കരിച്ചു പോന്നു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി നിശ്ചയിച്ച് ഒറ്റ ജമാഅത്താക്കി. തദ്രീബാത്തിലെ 3ാമത്തെ പ്രവർത്തനം നോക്കൂ. നക്തുബ്. നമുക്ക് എഴുതാനുള്ളതാണ്. ഇവിടെ കൊടുത്തതൊക്കെ അതേപോലെ നമ്മൾ പകർത്തി എഴുതാനുള്ളതാണ്. 1. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അത് അതുപോലെ താഴത്തെ വരിയിൽ എടുത്ത് എഴുതുക. 2. സലാത്തു തറാവീഹ്. 3. സലാത്തുൽ വിത്തർ. 4. സലാത്തുൽ ഇശാ. 5. സൂറത്തുൽ അഅ്ല. 6. സൂറത്തുൽ കാഫിറൂൻ. 7. സൂറത്തുൽ ഇഖ്ലാസ്. 8. അൽ മുഅവ്വിദത്താനി. 9. ഉബയ്യ് ഇബ്നു കഅബ്. 10. ഉമർ ഇബ്നുൽ ഖത്താബ്. കൂട്ടുകാരെ അതുപോലെ അതവിടെ എടുത്തെഴുതുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ അടുത്ത പ്രവർത്തനം ഇത് ഫിക്ര പാരഗ്രാഫ് തയ്യാറാക്കാനുള്ളതാണ്. അതിലെ 1ാമത്തത്, തറാവീഹ് എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ആ പ്രവർത്തനം നോക്കൂ. ആദ്യം തറാവീഹ് എന്ന് ഹെഡിങ് കൊടുക്കുക. റമളാനിൽ ഇശാ നിസ്കാരത്തിന് ശേഷം സുബഹിയുടെ മുമ്പ് നിർവഹിക്കുന്ന നിസ്കാരമാണ് തറാവീഹ്. അത് 20 റക്അത്തുകളായാണ് നാം നിസ്കരിക്കാറുള്ളത്. റമളാനിൽ ഒരു രാത്രി മസ്ജിദിലുണ്ടായിരുന്ന കുറച്ച് സഹാബികളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് നിസ്കരിച്ചു. നേരം പുലർന്നപ്പോൾ സ്വഹാബികൾക്കിടയിൽ അത് സംസാരമായി. 2ാം ദിവസം കൂടുതൽ ആളുകൾ നിസ്കാരത്തിൽ പങ്കെടുത്തു. 3ാം ദിവസം പള്ളി നിറഞ്ഞു കവിഞ്ഞു. 4ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ വന്നില്ല. സുബഹിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് കൂടിയത് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ നിസ്കാരം നിങ്ങൾക്ക് ഫർളാക്കുമോ എന്ന് ഭയപ്പെട്ടാണ് ഞാൻ വരാതിരുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പരസ്യമായി നിസ്കരിച്ചില്ല. 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വരെ ജനങ്ങൾ ഒറ്റയ്ക്കും ചെറു ജമാഅത്തുകളുമായി അത് നിസ്കരിച്ചു പോന്നു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി നിശ്ചയിച്ച് ഒറ്റ ജമാഅത്താക്കി. ഇനി അടുത്ത ഹെഡിങ്, തറാവീഹ് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത. തറാവീഹ് 20 റക്അത്താണ്. സ്വഹാബികൾ നിസ്കരിച്ചിരുന്നത് 20 റക്അത്തായിരുന്നു. തറാവീഹ് വളരെ പുണ്യമുള്ള നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അതിന്റെ അർത്ഥമായിട്ട് അതും എഴുതാം. വിശ്വാസത്തോടെയും പൊരുത്തം പ്രതീക്ഷിച്ചും റമളാൻ രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കും. തറാവീഹ് നിസ്കാരത്തിന്റെ സമയം എന്ന് ഹെഡിങ് കൊടുക്കുക. റമളാനിൽ മാത്രമുള്ള നിസ്കാരമാണ് തറാവീഹ്. ഇശാ നിസ്കാരത്തിന് ശേഷം സുബഹ് വരെയാണ് തറാവീഹിന്റെ സമയം.
തറാവീഹിൽ പ്രത്യേകം സൂറത്തുകൾ സുന്നത്തില്ല. എങ്കിലും തറാവീഹ് നിസ്കാരങ്ങളിലായി ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കൽ സുന്നത്തുണ്ട്. അപ്പൊ ഇത്ര വരെ നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതുക. കൂട്ടുകാരെ, ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.